നമുക്ക് പരിശുദ്ധ വിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം ഈശോ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നോ? കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചിരുന്നത്. അവൻ വിളിച്ച് അവരോട് പറഞ്ഞു, ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരിലും അവസാനത്തെയാണ്, എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കട്ടെ. അവൻ ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി അവനെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുപോലൊരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. സ്നേഹമുള്ള എൻ്റെ സുഹൃത്തുക്കൾ വിദേശത്ത് പോയി അവരെ നമ്മുടെ പ്രദേശങ്ങളിലൂടെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുന്നതിനിടയിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ അവരുടെ ശ്രദ്ധയിലേക്ക് പെട്ടു. അവരെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവരുടെ ദൃഷ്ടിയിലെ 2 ബോർഡുകൾ കാണപ്പെട്ടു. അതിലൊന്ന് പ്രകാരം എഴുതിയിരിക്കുന്നു, യൂറോപ്യൻ ഫുഡ്, 2 ഇന്ത്യൻ ഫുഡ്. വിദേശത്ത് പോലെ എന്ന് കരുതി അവർ യൂറോപ്യൻ ഫുഡ് തിരഞ്ഞെടുക്കുന്നത് ആ ബോർഡിനകത്തേക്കുള്ള ഡോർ വഴി അകത്തേക്ക് പ്രവേശിച്ചു. അവരകത്ത് കടന്നപ്പോഴത്തേക്ക് വീണ്ടും 2 ബോർഡുകൾ അവരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഒന്ന് AC എന്നും 2 നോൺ AC ഉള്ള ക്യാബിൻ, AC ഇല്ലാത്ത ക്യാബിൻ. ഏതായാലും പുറത്തു പോകാൻ ഭക്ഷണം കഴിക്കുമ്പോൾ AC ഉള്ള റൂം തിരഞ്ഞെടുക്കാമെന്ന് കരുതി അവര് അതിലേക്ക് പ്രവേശിക്കുകയാണ്. AC ഉള്ള റൂം തിരഞ്ഞെടുത്ത അകത്തേക്ക് ചെന്നപ്പോൾ വീണ്ടും 2 ബോർഡുകൾ അവരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഒന്ന് വെജ്, 2 നോൺ വെജ്, സസ്യാഹാരവും മത്സ്യാഹാരവും മാംസാഹാരവും. അവർ പുറത്തു പോകാൻ കരുതിയത് മത്സ്യ മാംസാദികളായിട്ടുള്ള നോൺ വെജ് തിരഞ്ഞെടുത്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് പ്രവേശിച്ച വഴി 2 ബോർഡുകൾ അവരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഒന്ന്, ഇത് കുക്ക് ചെയ്യപ്പെട്ട സസ്യ എണ്ണ കൊണ്ട് മൃഗക്കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം. ഏതായാലും നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ മൃഗക്കൊഴുപ്പ് വേണമെന്നുള്ള രീതിയിൽ തിരഞ്ഞെടുത്ത് അവർ വീണ്ടും അകത്തേക്ക് പ്രവേശിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് 2 ബോർഡുകൾ അവരുടെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഒന്ന്, റൊക്കം കാശ്, 2 ഫ്രീ എന്നുള്ളത്. നമുക്കറിയാം, ഇത്രയും വിദേശത്ത് പോയി AC ഭക്ഷണം കഴിക്കുന്നു, ഫ്രീ കൂടെ നമ്മൾ കിട്ടത്തില്ല. നമ്മുടെ 2 സുഹൃത്തുക്കൾ ഫ്രീ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഒറ്റ ബോർഡേ പിന്നെ കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലായിടത്തും അവർക്ക് ഓപ്ഷൻസ് ആയിട്ട് 2 ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ ഫ്രീ തിരഞ്ഞെടുത്ത് അകത്തേക്ക് എന്നത്തേക്ക് ഒറ്റ ബോർഡേ ഉള്ളൂ. അതിൽ അഭിപ്രായമാണ് എഴുതിയിരിക്കുന്നത്, എക്സിറ്റ്, പുറത്തേക്കുള്ള വഴി. ഈ ഒരു സംഭവമാകാം, കഥയാകാം. ഇതിന്റെ ഒരു സാരാംശത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇടവക തിരുനാളിനെ പറ്റി ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ തിരുക്കുടുംബത്തിന്റെ തിരുനാളിനായിട്ട് ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക്, അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ കഥയുടെ ഒരു സാരാംശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ എത്രമാത്രം ശരിയാകുന്നു, അത് നമുക്ക് നിത്യസന്തോഷം, നമുക്ക് നിത്യമായിട്ട് ഫലം നൽകുന്ന ശാശ്വതമായ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണോ എന്ന് പരിചിന്തനം ചെയ്യുക. അതാണ് ആ കഥയുടെ സാരാംശവും നമ്മുടെ ഈ ഇടവക തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു ആത്മവിചിന്തന വിഷയവും. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ തിരുക്കുടുംബത്തിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈ തിരുക്കുടുംബത്തിലെ 2 വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ അമ്മയും യൗസേപിതാവും. യൗസേപിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം സുഹൃതം എന്ന് പറയുന്നത്
അവർ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് സ്വീകരിച്ചു, ശരിയായ ഓപ്ഷൻസ് അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് അവരെ മഹത്വമുള്ള വ്യക്തികളാക്കി മാറ്റിയത്. ദൈവപിതാവിന്റെ തിരുഹിതത്തോട് അവര് പ്രയോറിറ്റി, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, മുൻഗണന കൊടുത്തു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്കും യൗസേപിതാവിന് ജീവിതത്തിലെ പുണ്യവും സകല സുഹൃത്തുക്കളും ലഭിക്കാനിടയാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ട ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്തയിലും നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. നമുക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കും. നമുക്ക് ഈ തിരുനാളിലേക്ക് വരുമ്പോഴത്തേക്ക് തിരുനാളിനായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇതിന്റെ അലങ്കാരങ്ങളാകാം, ഇതിന്റെ വാദ്യ ആഘോഷങ്ങളാകാം, മറ്റ് ചെണ്ടമേളങ്ങൾ, കളിമേള പ്രയോഗങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഏതാണ് പ്രധാനപ്പെട്ടത്, മുൻഗണനയുള്ളത് ഏത് എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം. നമ്മുടെ വ്യക്തിബന്ധ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്, നിത്യമായിട്ട് നമുക്ക് സന്തോഷവും ഫലവും നൽകുന്ന കാര്യം തിരഞ്ഞെടുക്കാനായിട്ട് പറ്റണം. അല്ലാതെ ശാശ്വതമല്ലാത്തത് നശ്വരമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ എടുത്താൽ അത് ഫലശൂന്യവും നമ്മുടെ താൽക്കാലിക സന്തോഷത്തിന് നൈതിക സന്തോഷത്തിന് മാത്രം ഒതുക്കുന്നുണ്ട്. അപ്പൊ അവസാനം നമുക്ക് എണ്ണം വേദനയായി, വിഷമമാക്കി. അപ്പൊ നമുക്ക് നല്ല തെരഞ്ഞെടുപ്പുകൾ എടുക്കാം. പരിശുദ്ധ അമ്മയും യൗസേപിതാവും യഥാർത്ഥ തെരഞ്ഞെടുപ്പുകൾ, അതായത് ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് അവർ തെരഞ്ഞെടുപ്പുകൾ എടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലെ പുണ്യം ഉണ്ടായി. അപ്പൊ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ തെരഞ്ഞെടുപ്പുകൾ, ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കട്ടെ. കാട്ടിക്കൂട്ടലുകൾക്ക് അപ്പുറം നമുക്കറിയാം, നമുക്ക് കാണിച്ചു കൂട്ടാൻ പറ്റാവുന്ന ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി യഥാർത്ഥവും നിത്യം നിലനിൽക്കുന്നതുമായ തെരഞ്ഞെടുപ്പിനായിട്ട് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. അതിനുള്ള പരിശ്രമത്തിനായിട്ട് തിരുക്കുടുംബത്തോട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തിരുനാളിന്റെ പ്രാർത്ഥനാപൂർവമായ മണ്ഡലങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരിടും. ഇത് തന്നെയാണ് നമ്മുടെ സുവിശേഷത്തിൽ വായിച്ചത്. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ശുശ്രൂഷകരായി. കാണിച്ചുകൂട്ടലുകൾക്കല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ പരിപാലനത്തിലും പലതും നമ്മളെ മൂടി പിടിക്കുന്നതും നിത്യം സന്തോഷം തരുന്നതുമാണ് കാണിക്കുന്നതാണ്. പക്ഷെ അതല്ല, അതിലുപരി യഥാർത്ഥ ചിന്തയുള്ളവരാണ് ദൈവസന്നിധിയിലെ സ്വീകാര്യനാണ്, ശിശുവിനെ പോലെ വലിയവനാണ്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ തിരുനാളാഘോഷത്തിലൂടെയും ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ ഒരു സംഭവ കഥയുടെ സാരാംശത്തിലൂടെയും